റിയൽമിയുടെ റിയൽമി GT60 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിലയെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകളും ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി GT60 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽമി GT60യിൽ 6.78 ഇഞ്ചിന്റെ 1.5K ഡിസ്പ്ലേ വന്നേക്കാം. അപ്പം ഇതിൽ ഫുൾ HD റെസൊല്യൂഷനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ AMOLED ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഈ ഒരു ഫോണിൽ LTPO എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിന്റെയും 120 ഹെർട്സിന്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇതിൽ മാക്സിമം 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആയിരിക്കും സപ്പോർട്ട് ചെയ്യുക. പിന്നെ 360 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. 2500 ഹെർട്സിന്റെ ഇൻസ്റ്റന്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് എന്നുള്ള ഫീച്ചറും ചിലപ്പം ഇതിൽ വരുന്നതായിരിക്കും. പഞ്ചോൾ ഡിസൈൻ ആയിരിക്കും ഈ ഫോണിൽ വരിക. പഞ്ചോൾ വരിക ടോപ്പ് സെന്റർ ഭാഗത്ത് ആയിട്ടായിരിക്കും. പിന്നെ 10 ബിറ്റ് ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. 2160 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പീക്ക് ബ്രൈറ്റ്നസ് വരിക 6000 നിറ്റ്സ് ആയിരിക്കും. വളരെ കൂടിയൊരു പീക്ക് ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. മികച്ചൊരു പ്രൊട്ടക്ഷനും ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ അത്യാവശ്യം ചെറിയ ബെസൽസുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പം ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരുന്നതായിരിക്കും. IP65 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യും. നല്ലൊരു IP റേറ്റിംഗ് ഒക്കെ തന്നെയാണ് ഇത്. ഇനി പ്രോസസറുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 7+ Gen 3 എന്ന പ്രോസസറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഈ ഒരു ഫോണിന്റെ വില 30,000-32,000 രൂപ പ്രൈസ് റേഞ്ചിലേക്ക് ആയിട്ടായിരിക്കും വരിക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം തിരക്കുള്ള നല്ലൊരു പ്രോസസറാണ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ LPDDR5Xന്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരും. NFC എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്തേക്കാം. IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയേണ്ടതാണ്. പിന്നെ ഫോൺ വെട്ട് നീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് 3D കൂളിംഗ് സിസ്റ്റം ഇതിൽ വരുന്നതായിരിക്കും. X-ആക്സിസ് ലീനിയർ മോട്ടറും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. നല്ല വൈബ്രേഷൻ എഫക്റ്റിന് വേണ്ടിയിട്ട്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഹൈ റെസോളിയുടെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. Android 14 ബേസ് ആയിട്ടുള്ള റിയൽമി സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വന്നേക്കാം. 50 മെഗാ പിക്സലിന്റെ f1.88 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ഇത് സോണി IMX882ന്റെ സെൻസർ ആയിരിക്കും. OSന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ 8 മെഗാ പിക്സലിന്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ വന്നേക്കാം. ഇത് സോണി IMX355ന്റെ സെൻസർ ആയിരിക്കും. പിന്നെ ഫ്രണ്ടിൽ 32 മെഗാ പിക്സലിന്റെ f2.45 അപ്പേഴ്സിൽ വരുന്ന സോണി IMX615ന്റെ സെൽഫി ക്യാമറയും വന്നേക്കാം. ഓൺ പേപ്പർ തിരക്കുകളില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഒക്കെ ഇതിൽ വന്നേക്കാം. ബാറ്ററിയുടെ കാര്യത്തിൽ 5500 mAh ബാറ്ററിയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരും. അതുമാത്രമല്ല 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു ചാർജിങ് സ്പീഡും ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ Type-C ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പം ഇതൊക്കെയാണ് ഈ ഫോണിന്റെ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മെയ് 22-നാണ് ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ലോഞ്ച് ഡേറ്റും കാര്യങ്ങളൊക്കെ ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ കുറച്ച് മുമ്പ് ചൈനീസ് മാർക്കറ്റിൽ റിയൽമി GT Neo 6 SE എന്നുള്ള സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു റിയൽമി GT60 എന്നുള്ള സ്മാർട്ട് ഫോൺ ആ ഒരു ഫോണിന്റെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. പിന്നെ ചൈനീസ് മാർക്കറ്റിൽ റിയൽമി GT Neo 6 SE എന്നുള്ള സ്മാർട്ട് ഫോൺ 18,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇന്ത്യയിൽ ഈ ഫോണിന്റെ വില കുറച്ചും കൂടി കൂടുന്നതായിരിക്കും. ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ 31,999 രൂപ പ്രൈസ് റേഞ്ചിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പക്ഷേ ചിലപ്പം കുറച്ചും കൂടി കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിലായിട്ടും ലോഞ്ച് ചെയ്തേക്കാം. അത് MRP ആകാൻ ചാൻസ് ഉണ്ട്. ചിലപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു 30,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടും ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. എന്തായാലും റിയൽമിയുടെ റിയൽമി GT60 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.